മാർബിൾ മൗണ്ടെയിനിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ മാർബിൾ മൗണ്ടെയിൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ കാർവിംഗ് വില്ലേജിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം മാർബിളുകളും വിവിധ തരത്തിലുള്ള സ്റ്റോണുകളും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കരകൗശല വസ്തുക്കളുടെ ഒരു ലോകം തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇതിനകത്ത് കാഴ്ച ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കേട്ടോ. പലതരത്തിലുള്ള സ്റ്റോണുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആർട്ട് പീസുകളുടെ കളർഫുള്ളായൊരു ലോകം. ക്രിസ്ത്യൻ ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എല്ലാം വളരെ കൗതുകത്തോടു കൂടി എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള സ്റ്റോണുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ കാണാം. സ്പിരിച്വാലിറ്റിക്കും അല്ലാതെയൊക്കെയായിട്ട് സ്റ്റോണുകൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെവൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഒരു 400 വർഷത്തെ കസ്റ്റമാണിത്. അപ്പോൾ ഇത്രയധികം ആർട്ട് പീസുകൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിൻ്റെ പുറകിൽ അത്രയധികം തന്നെ മനുഷ്യാധ്വാനം ആവശ്യമാണ്. ഒരു കമ്മ്യൂണിറ്റി ഓഫ് ആർട്ടിസ്റ്റ് തന്നെ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ബി സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും ചെറിയ സുവനീർ ഷോപ്പുകളിലൊക്കെ ഇത്തരം ചെറിയ സ്റ്റോൺ കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്ര വലിയൊരു കളക്ഷൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇത്തരം ക്രിസ്റ്റലുകളൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഡെക്കോർ പീസുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ വീടുകളിലേക്കും വലിയ വലിയ ഹോട്ടലുകളിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡെക്കോർ പീസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഏകദേശം ദനാങ് സിറ്റിയിൽ നിന്നൊരു 20 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. പരസ്പരം കലഹിക്കാതെ ദൈവങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബുദ്ധനും മാതാവും വിനായകനും ഒക്കെ ഉണ്ട്. ദൈവങ്ങളാണല്ലോ നമ്മളെക്കാളും വലിയ ബിസിനസ്സുകാർ. അപ്പോൾ ആൾക്കാർ വലിയ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ദൈവങ്ങളുടെ ശില്പങ്ങളും ഒരുപാട് മിത്തിക്കൽ ക്രീച്ചേഴ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒറിജിനലി ഇത്തരത്തിലുള്ള ആർട്ട് പീസുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മാർബിൾ മാർബിൾ മൗണ്ടെയിനിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ അവിടുത്തെ മൈനിങ് 90s തന്നെ അവിടുത്തെ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു, ആ ഒരു പ്രദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ഈ വില്ലേജിലുള്ളവരുടെ തന്നെ ചോദിച്ചു ഇതിന് വേണ്ടിയിട്ടുള്ള മാർബിൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർബിളാണ് അവർ ഈ കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ഒണിക്സ് മാർബിളൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നവയാണ്. ഇതൊരു ഹ്യൂജ് കളക്ഷനാണ്. ഒരുപാട് ഹാൻഡ് കാർവ്ഡ് ആയിട്ടുള്ള സ്റ്റോണുകൾ, സ്റ്റാച്യൂസ്, ജ്വല്ലറീസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഐറ്റംസിനൊക്കെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. ഞങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടും ക്രിസ് ഇതുവരെയും പുറത്തേക്ക് വന്നില്ല. അവനെ ഒന്ന് മുങ്ങി തപ്പിയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.